കഴിഞ്ഞ ദിവസം നമ്മൾ കേരള ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലേ, കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂറോപ്യന്മാരുടെ വരവ്, പിന്നെ അവരുടെ സംഭാവനകൾ, തിരുവിതാംകൂർ രാജവംശം, പിന്നെ കുറേ കലാപങ്ങൾ അല്ലേ, കേരളത്തിൽ നടന്ന കലാപങ്ങളെ പറ്റിയിട്ട്, ആറ്റിങ്ങൽ കലാപം, അങ്ങനെയുള്ള കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെയായിരുന്നു രാഷ്ട്രീയ ചരിത്രത്തെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോൾ മന്ത്രിസഭയുടെ കാര്യം, മുഖ്യമന്ത്രി, അങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ കേരള ചരിത്രത്തിൽ നിന്നുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്, ഇപ്പോൾ വൈസ്രോയിമാർ അല്ലെ, ഗവർണർ ജനറൽമാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഇന്ത്യ ചരിത്രം ടോട്ടലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വീട്ടമ്മമാരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആണെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് 2 തവണയൊന്ന് കേട്ട് നോക്കുക കേട്ടോ. 2 തവണ വെച്ച് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ചരിത്രം ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം എത്ര ശതമാനം ഭാഗം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു? എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? 63%. എത്രയാണ്? 63%. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം എത്ര ശതമാനം ഭാഗം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു? 63%. ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രധാന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയത് എവിടെയൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒഡീഷ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രധാന പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒഡീഷ. ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പാക്കിയത് റയറ്റ് വാരി. റയറ്റ് വാരിയാണ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പാക്കിയത്. റയറ്റ് വാരി വ്യവസ്ഥ എവിടെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് നടപ്പാക്കിയത്. മഹൽവാരി ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയതോ? അത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. അപ്പോൾ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ്? റയറ്റ് വാരിയും. വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ഏതാണ്? മഹൽവാരിയുമാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു. ബംഗാളിലെ കർഷകർ സംഘടിച്ച് നിലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? നിലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് ബംഗാളിലെ കർഷകർ എന്നാണ് പ്രഖ്യാപിച്ചത്? 1859 എന്നാണ്. 1859. ഇനി ഗോത്ര കലാപങ്ങളെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കലാപങ്ങൾ ഏതൊക്കെയാണ്? സന്യാസി കലാപവും ഫക്കീർ കലാപവും. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിലാണ് നടന്നത്. അപ്പോൾ സന്യാസി കലാപം എവിടെയാണ് നടന്നത്, അല്ലെങ്കിൽ ഫക്കീർ കലാപം എവിടെയാണ്? ബംഗാളിലാണ് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ. ഫറാസി കലാപങ്ങൾ അരങ്ങേറിയതും എവിടെയാണ്? ബംഗാളിലാണ്. ഫറാസി കലാപങ്ങൾ അരങ്ങേറിയത് എവിടെയാണ്? ബംഗാളിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്നതാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. പിന്നെ ഫറാസി കലാപവും എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. പിന്നെ പറയുന്നത് എന്താ? 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കി. സന്താൾ കലാപം, കുറിച്യർ കലാപം, പഹാരിയ കലാപം, ഭീൽ കലാപം, കോൾ കലാപം, മുണ്ട കലാപം, ഖാസി കലാപം. ഇത്രയും ഗോത്ര കലാപങ്ങൾ എന്നാണ് 19-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നത്.
ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര ജനത ഏതാണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്നത് സാന്താൾ വിഭാഗക്കാരാണ്. സാന്താൾ വിഭാഗക്കാർ. ഈ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയതാരൊക്കെയാണ്? എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലെ, സിദ്ധുവും കാനുവുമാണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയതാരെല്ലാമാണ്? സിദ്ധുവും കാനുവും. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾ വിഭാഗക്കാർ. കൊള്ളപ്പലിശക്കാർ, കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരുടെ ചൂഷണങ്ങൾക്കെതിരെ ഗോത്ര ജനത നടത്തിയ കലാപം, അതാണ് സാന്താൾ കലാപം. കൊള്ളപ്പലിശക്കാർ, കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരുടെ ചൂഷണങ്ങൾക്കെതിരെ ഗോത്രജനത നടത്തിയ കലാപം ഏതാണ്? സാന്താൾ കലാപമാണ്. ആദ്യം നമുക്ക് ഈ സൂപ്പർ ഫാക്ട് എന്നുള്ളത് നോക്കാം. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ആരാണ്? വാലന്റിയൻ ഷിറോൾ ആണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ആരാണ്? വാലന്റിയൻ ഷിറോൾ. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡെങ്കൻ ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ജോനാഥൻ ഡെങ്കൻ. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. നിലവിലെ ഏത് സംസ്ഥാനത്തിന്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നത്? എവിടെയാണ്? തമിഴ്നാടിന്റെ കേട്ടോ. അപ്പോൾ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. സൈനിക സഹായ വ്യവസ്ഥ ആരാണ് നടപ്പാക്കിയത്? വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ആരാണ്? ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാ നോക്കിയേ? സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? എവിടെയായിരുന്നു? ബംഗാൾ കേട്ടോ. നഗോഡ എവിടത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറിച്ചു മാറ്റിയ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് ഏത്? നഗോഡകൾ. അപ്പൊ ഇവിടെ എന്തോ ഓർക്കണം? പട്ടുനൂൽ കൃഷി ഓർക്കുക, ബംഗാൾ എന്നുള്ളതും ഓർക്കുക, പിന്നെയോ നഗോഡ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായിട്ട് പെരുവിരൽ മുറിച്ചു മാറ്റിയ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് ഈ നഗോഡകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയതെന്നാണ്? ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16. ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഇന്ത്യയിലെ ആദ്യ തീവണ്ടി? ബോംബെ താനെ അല്ലെ? ബോംബെ താനെ 1853 ഏപ്രിൽ 16 ബോംബെ താനെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഘടിതമായ രീതിയിൽ ആരംഭിച്ചത് എവിടെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അല്ലെ? കലാപകാരികള് ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. നാനാ സാഹിബ് താന്തിയ തോപ്പി എന്നിവർ കലാപം നയിച്ചത് കാൺപൂരിലാണ്. നാനാ സാഹിബ് താന്തിയ തോപ്പി എന്നിവർ കലാപം നയിച്ചത് എവിടെയാണ്? കാൺപൂര്. റാണി ലക്ഷ്മിബായ് എവിടെയായിരുന്നു? ഝാൻസിയിൽ അല്ലെ? ഝാൻസി റാണി ലക്ഷ്മിബായ് നമുക്ക് കിട്ടും. നാനാ സാഹിബും
താന്തിയ തോപ്പിയും എവിടെയാണ്? കാൺപൂരിലായിരുന്നു. ഇനി ലക്നൌവിലോ? ലക്നൌവിലെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ള. ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ആരയിൽ കൻവർ സിംഗ് ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിലോ മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലൊക്കെ ചോദിക്കാം. ആ രീതിയിലും പഠിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിലും ചോദിക്കാം. കലാപത്തിനൊടുവിൽ ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എവിടേക്കാണ്? റങ്കൂണിലേക്കാണ്. കലാപത്തിനൊടുവിൽ ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എവിടേക്കാണ്? എവിടേക്കാണ്? റങ്കൂണിലേക്കാണ്. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വിളംബരം ഉണ്ടായത് 1858 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് എന്തായി? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായ വിളംബരം ഉണ്ടായത് 1858. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെന്റിക് ആണ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് ആണ്. സതി നിരോധിക്കാൻ കാരണമായത് ആരുടെ പ്രവർത്തനങ്ങളാണ്? രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളാണ്. സതി നിരോധിക്കാൻ കാരണമായത് ആരുടെ പ്രവർത്തനങ്ങളാണ്? രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളാണ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക്. രാജാറാം മോഹൻ റോയ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അയ്യങ്കാളി, രാജാറാം മോഹൻ റോയ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാട്ടെ. എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ബ്രഹ്മസമാജം സ്ഥാപിച്ചത്, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? അതും ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചതും വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും ദയാനന്ദ സരസ്വതി. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായിയാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇപ്പോൾ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവ് ഫുലെ. ആര്യ മഹിളാ സഭ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ സ്ഥാപനം ഏതാണ്? ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറിയത്. അപ്പം അത് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്വാമി വിവേകാനന്ദ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസൻ.
ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റു. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ, അത് വർഷവും ഡേറ്റും ഓർത്തിരിക്കുക, 1885 ഡിസംബർ 28 എവിടെയാണ്? ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. എത്ര പേരാണ് പങ്കെടുത്തത്? 72 പേരാണ്. 72 പേരാണ്. കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ WC ബാനർജിയായിരുന്നു. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72 പേരാണ് പങ്കെടുത്തത്. അധ്യക്ഷനാരായിരുന്നു? WC ബാനർജി. കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? ആരാണ്? A.O. ഹ്യൂം അല്ലെ? A.O. ഹ്യൂം ആണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? A.O. ഹ്യൂം ആണ്. അടുത്ത ചോദ്യം, മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇങ്ങനെ പറഞ്ഞതാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഇങ്ങനെ പറഞ്ഞതാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. എന്താണ്? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാകുന്നതുമായ രണ്ട് അറകളാണിത് എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ. മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ് മിതവാദ ദേശീയത. മിതവാദികൾ 1885 മുതൽ 1905 വരെ. ഇനി തീവ്ര ദേശീയതയുടെ കാലയളവ് 1905 മുതൽ 1918 വരെയാണ് തീവ്ര ദേശീയത. മിതവാദ ദേശീയത 1885 മുതൽ 1905 വരെ. പിന്നെ തീവ്ര ദേശീയത 1905 മുതൽ 1918 വരെയുമാണ്. മിതവാദ ദേശീയതയുടെ നേതാക്കൾ ആരെല്ലാമായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഓർത്തു വയ്ക്കണം, ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. മിതവാദ ദേശീയത. ഇനി ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തി കൊണ്ടുപോകുന്നത് പ്രതിപാദിച്ച സിദ്ധാന്തമാണിത്. ചോർച്ചാ സിദ്ധാന്തം അല്ലെ? ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തി കൊണ്ടുപോകുന്നത് പ്രതിപാദിച്ച സിദ്ധാന്തം ഏതാണ്? ചോർച്ചാ സിദ്ധാന്തമാണ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ദാദാഭായ് നവറോജി. ഇനിയും കുറച്ച് പത്രങ്ങളും നേതാക്കളും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നേഷൻ ആരുടേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടേതാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ് ആണ്. അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്. യങ്
യങ് ഇന്ത്യ, ഹരിജൻ എന്നിവ രണ്ടും ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നിവ ഗാന്ധിജി. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവ ആനി ബസന്റിൻ്റെതാണ്. ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി അല്ലേ? ദാദാഭായ് നവറോജി. ഇപ്പം നമ്മൾ ചോർച്ചാ സിദ്ധാന്തം പഠിച്ചു, ദാദാഭായ് നവറോജി. ബംഗാളി, സുരേന്ദ്രനാഥ ബാനർജി. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം എന്ന നിഗമനം അവതരിപ്പിച്ചത് ഏത് കൃതിയിലൂടെയാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതിയിലൂടെയാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം ഏതാണ്? ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം ബംഗാളാണ്. 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയിയാണ് കേഴ്സൺ പ്രഭു. എന്നാണ് വിഭജിച്ചത്? 1905. 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ഏത് ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായാണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഭിന്നിപ്പിച്ച്, ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെ? ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ഏത് ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായാണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ഏത് സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ഏത് സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു? സ്വദേശി പ്രസ്ഥാനം. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആരാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്? വി.ഒ. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വി.ഒ. ചിദംബരം പിള്ള. അപ്പൊ തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വി.ഒ. ചിദംബരം പിള്ള. തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവയുടെ കൂട്ടായ്മ എങ്ങനെ അറിയപ്പെടുന്നു? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. തീവ്ര ദേശീയത കേട്ടോ. നമ്മൾ ആദ്യം മിതവാദ ദേശീയതയുടെ നേതാക്കൾ ആരൊക്കെയായിരുന്നു കണ്ടിരുന്നു? അതൊക്കെയായിരുന്നു ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ ദിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. ഇത് തീവ്ര ദേശീയതയുടെ ആരൊക്കെയാണ്? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ലോകമാന്യ എന്നറിയപ്പെട്ടത് ആര്? ലോകമാന്യ ബാലഗംഗാധര തിലക്. ലോകമാന്യ ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഏതൊക്കെയാണ്? മറാത്ത, കേസരി. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയത് 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയ വർഷം 1835. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാണ്? മെക്കാളെ പ്രഭുവാണ് കേട്ടോ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് മെക്കാളെ പ്രഭുവാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ആരുടെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർ വിവാഹ നിയമം പാസാക്കിയത്? ശ്രദ്ധിക്കണം കേട്ടോ. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ആരുടെ പരിശ്രമ ഫലമായാണ്? ആരുടെയാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വർഷം 1856.
ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ മിറാത്ത് ഉൽ അക്ബർ എന്നീ പത്രങ്ങൾ പുറത്തിറക്കിയത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഭാഷ ശ്രദ്ധിക്കുക. സമ്പാദ് കൗമുദി ഏതാണ്? ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലുള്ളതാണ് മിറാത്ത് ഉൽ അക്ബർ. പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പാക്കിയതാരാണ്? ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പാക്കിയത് ലിട്ടൺ പ്രഭു. 1916 മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. 1916 മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ. എവിടെയാണ് ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്? മഹാരാഷ്ട്രയിൽ. ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. വിശ്വഭാരതി സർവകലാശാല, ബംഗാൾ, രവീന്ദ്രനാഥ് ടാഗോർ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി. വർഷം 1937. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വാർധാ വിദ്യാഭ്യാസ പദ്ധതി. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതൃഭാഷയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാനായി ഗാന്ധിജി വിഭാവനം ചെയ്ത പദ്ധതിയാണ് നയേ താലീം. അപ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണെങ്കിൽ അത് വാർധാ വിദ്യാഭ്യാസ പദ്ധതിയാണ്. വർഷം 1937. ഇനി 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതൃഭാഷയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാനായി ഗാന്ധിജി വിഭാവനം ചെയ്ത പദ്ധതിയാണ് നയേ താലീം. വന്ദേ മാതരം എന്ന ഗാനമുള്ളതും ബംഗാളിലെ സന്യാസി കലാപം പ്രമേയമാക്കിയിട്ടുള്ളതുമായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. അല്ലെ, വന്ദേ മാതരം ഏതിൽ നിന്നെടുത്തതാണെന്ന് ചോദിക്കാറുണ്ട്. ആനന്ദമഠം. ആനന്ദമഠം എന്ന് പറയുന്നത് എന്താണ്? ഒരു നോവലാണ്. സന്യാസി കലാപം പ്രമേയമാക്കിയിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതമയ അവതരിപ്പിച്ച ദിനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകമാണ് ആരുടേതാണ്? ദിനബന്ധു മിത്ര. അത് ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എവിടെയാണ്? കൊൽക്കത്ത. സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. സ്വദേശി സമരകാലത്ത് ഭാരതമാത എന്ന ജലഛായാ ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. ഭാരതമാത എന്ന ജലഛായാ ചിത്രം വരച്ചതാരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചതാരാണ്? നന്ദലാൽ ബോസ് ആണ്. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസ്. സ്വദേശി സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? സ്വദേശി സമരകാലത്ത്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, സ്വദേശി സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എന്തൊക്കെയായിരുന്നു? 8 താമരകളും ഒരർദ്ധ ചന്ദ്രനുമായിരുന്നു. 8 താമരയും ഒരർദ്ധ ചന്ദ്രനും. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 സ്റ്റഡ്ഗട്ടിൽ വെച്ചിട്ടാണ്. മാഡം ഭിക്കാജി കാമയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത്. ധാക്കയിൽ വെച്ച് അഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്ന് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം ഏതാണ്? ആരൊക്കെയായിരുന്നു? അഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും. എവിടെ വെച്ച്? ധാക്കയിൽ വെച്ച്. എന്നാണ്? 1906 കേട്ടോ മുസ്ലിം ലീഗ്. 1906.
കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി പിളർപ്പുണ്ടായ 1907 സമ്മേളനം നടന്നത് എവിടെയാണ്? സൂറത്തിലാണ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി പിളർപ്പുണ്ടായത് എന്നാണ് 1907 സമ്മേളനം നടന്നത് സൂറത്ത്. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് ആരെല്ലാം? ബാലഗംഗാധര തിലകനും ആനി ബസന്റും. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് ആരെല്ലാമാണ്? ബാലഗംഗാധര തിലകൻ, ആനി ബസന്റ്. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916 ആണ്. ആനി ബസന്റ് 1916. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് ലക്നൗ. 1907 എവിടെയായിരുന്നു? അത് സൂറത്ത്. അവിടെ പിളർപ്പുണ്ടാവുകയാണ് ചെയ്തത്. 1916 യോജിപ്പിലെത്തി. അത് നടന്നത് ലക്നൌവിലാണ്. സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷവും 1916 ആണ്. സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷം 1916. ദേശീയ പ്രസ്ഥാനത്തിലെ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്, ഗാന്ധിയൻ കാലഘട്ടം എന്നൊക്കെയാണ് 1919 മുതൽ 47 വരെയാണ്. ദേശീയ പ്രസ്ഥാനത്തിലെ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെട്ട കാലയളവാണ് 1919 മുതൽ 47 വരെ. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘവാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9-നാണ്. 1915 ജനുവരി 9. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്ത്. സബർമതി ആശ്രമം അഹമ്മദാബാദ്, ഗുജറാത്ത്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യമായിട്ട് കേട്ടോ. ചമ്പാരൻ എവിടെയാണ്? ബീഹാർ അല്ലെ? ബീഹാർ. ഓക്കെ. ബീഹാറിലെ ചമ്പാരനിലെ ഏത് കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത്? നീലം കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ബീഹാറിലെ ചമ്പാരനിൽ 1917 ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതായിരുന്നു? 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമായിരുന്നു. നിരാഹാരം കിടന്നത് 1918 കേട്ടോ. നിരാഹാര സത്യാഗ്രഹം 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗുജറാത്തിലെ ഖേദയിൽ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1918 ഗുജറാത്തിലെ ഖേദയിൽ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം ഏതാണ്? 1918. ഇന്ത്യക്കാരെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം. റൗലറ്റ് ആക്ട് അല്ലെ? ഇന്ത്യക്കാരെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട്. റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6-നാണ്. 1919 ഏപ്രിൽ 6-ന് കേട്ടോ കരിദിനം. റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതെന്നാണ് 1919 ഏപ്രിൽ 6. ഇനി റൗലറ്റ് നിയമത്തിനെതിരായ സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവുമാണ്. റൗലറ്റ് നിയമത്തിനെതിരായ സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവുമാണ്. ഈ സൂപ്പർ ഫാക്ട് നോക്കാം. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് ഏത് സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയതാണ്?
നിസ്സഹരണ സമരം. ഒന്നും കൂടി നോക്കാം. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് ഏത് സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയതാണ്? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഏതെല്ലാമായിരുന്നു? ഏതൊക്കെയായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്ര പ്രചാരണം, അയിത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിക്കാം. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്ര പ്രചാരണം, അയിത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഇനി ഉപ്പ് സത്യാഗ്രഹം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമര പ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ഏതാണ്? ഉപ്പ് നിയമം ലംഘിക്കൽ. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിലോ പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും. സബർമതി ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവർ എത്ര പേരാണ്? 78 പേരാണ്. എത്ര കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് ഗാന്ധിയും സംഘവും ദണ്ഡി കടപ്പുറത്തെത്തിയത്? 375 കിലോമീറ്റർ. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് ഗാന്ധിയും സംഘവും ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. ദണ്ഡി കടപ്പുറത്ത് നിന്ന് ഒരു പിടി ഉപ്പെടുത്ത നിയമം ലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6-നാണ്. നിയമലംഘന പ്രക്ഷോഭനം, ഉപ്പ് നിയമലംഘന പ്രക്ഷോഭനത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6-നാണ്. 78 പേരാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി യാത്രയിൽ ഗാന്ധിയെ അനുഗമിച്ചതെന്ന് പഠിച്ചു. പിന്നെയോ എത്ര കിലോമീറ്റർ ആണ്? 375 കിലോമീറ്റർ. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ ആരൊക്കെയായിരുന്നു? സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് നടന്ന സത്യാഗ്രഹ മാർച്ച് നയിച്ചത് സരോജിനി നായിഡുവാണ്. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് നടന്ന സത്യാഗ്രഹ മാർച്ച് നയിച്ചത് ആരാണ്? സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡു. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, എൻ്റെ ക്വസ്റ്റ്യൻ പകുതി അപ്പുറ പേജിലായിരുന്നു. ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരമാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? റൗലറ്റ് നിയമം. ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരമാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? റൗലറ്റ് നിയമം അല്ലേ? റൗലറ്റ് നിയമം. എന്തായിരുന്നു റൗലറ്റ് നിയമം? ഇന്ത്യക്കാരെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്നതാണ് ഈ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. കൈസർ ഇ ഹിന്ദ് തിരികെ നൽകിയത് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ന്യായീകരിച്ച പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന മൈക്കിളോ ഡയറിനെ ഇംഗ്ലണ്ടിൽ വെച്ച് വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ന്യായീകരിച്ച പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന മൈക്കിളോ ഡയറിനെ വധിച്ചതാരാണ്? ഉദ്ധം സിംഗ്. എവിടെ വെച്ച്? ഇംഗ്ലണ്ടിൽ വെച്ചിട്ടോ. ഉദ്ധം സിംഗ്. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന പേരിൽ അറിയപ്പെട്ടത് ഖലീഫയാണ്. ഖലീഫ. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അല്ലെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഏത് പേരിൽ അറിയപ്പെട്ടു? ഖലീഫ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയിലെ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയിലെ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഇത് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളായിരുന്നത് ആരൊക്കെയാണ്?
മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് കേട്ടോ. അലി സഹോദരന്മാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിൽ നേതാക്കളായിരുന്നതാണ് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. 1919 ഏത് ദിവസമാണ് ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത്? ഒക്ടോബർ 17. 1919 ഏത് ദിവസമാണ് ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത്? ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് ഒക്ടോബർ 17 ഒക്ടോബർ 17. ഇനി നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. എന്നാണ്? 1920. ശ്രദ്ധിക്കാം, നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ്? 1920 കൊൽക്കത്തയിലാണ്. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായുള്ള പ്രധാന ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു? വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ അല്ലെങ്കിൽ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായുള്ള പ്രധാന ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ അല്ലെങ്കിൽ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. നിസ്സഹകരണ സമരം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് സംഭവത്തെ തുടർന്നാണ്? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ്. നിസ്സഹകരണ സമരം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് സംഭവത്തെ തുടർന്നാണ്? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ്. ഉത്തർപ്രദേശിൽ ചൗരി ചൗര സംഭവം അരങ്ങേറിയത് 1922 1922. ഉത്തർപ്രദേശില് ചൗരി ചൗര സംഭവം അരങ്ങേറിയതെന്നാണ്? 1922. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരൊക്കെ ചേർന്നാണ് രൂപം നൽകിയത്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോറിലാണ് നടന്നത് കേട്ടോ. ലാഹോറിൽ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം അതും 1929 ലാഹോറിൽ നടന്നതാണ്. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു ലാഹോറിൽ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. പിന്നെയോ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. ഇനി ഈ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിയമലംഘന സമരത്തിന്റെ സജീവ സാന്നിധ്യമായിരുന്ന 13 വയസ്സുകാരിയായിരുന്നു റാണി ഗെയ്ഡിലിയു. എവിടെ? വടക്ക് കിഴക്ക് കേട്ടോ. വടക്ക് കിഴക്ക് ഇന്ത്യയിൽ നിയമലംഘന സമരത്തിന്റെ സജീവ സാന്നിധ്യമായിരുന്ന 13 വയസ്സുകാരിയാണ് റാണി ഗെയ്ഡിലിയു. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗെയ്ഡിലിയുവാണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു ആണ് വിശേഷിപ്പിച്ചത്. അംബേദ്കറും ഗാന്ധിജിയുമായി പൂന സന്ധിയിൽ ഏർപ്പെട്ടത് 1932 പൂന സന്ധിയിൽ ഏർപ്പെട്ടതെന്നാണ്? 1932 അംബേദ്കറും ഗാന്ധിയും. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ലണ്ടനിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയത് 30, 31, 32. 1930, 31, 32 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖ നേതാവാരായിരുന്നു? BR അംബേദ്കർ അല്ലെ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖ നേതാവാണ് BR അംബേദ്കർ. ഗാന്ധിജി പങ്കെടുത്തതോ? 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ശ്രദ്ധിക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് മുംബൈയിലാണ്. എവിടെയാണ്? മുംബൈയിൽ. 1942 ഓഗസ്റ്റ് 8 മുംബൈയിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത്.
അടുത്ത ചോദ്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിയൻ ആഹ്വാനം ഏത് സമരത്തോടനുബന്ധിച്ചായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സമരത്തോടനുബന്ധിച്ചായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മുംബൈയിലെ സമ്മേളനമാണ് കേട്ടോ. സമ്മേളനം നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് മുംബൈയിലാണ്. 1942 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 8. 1923 CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ രൂപം നൽകിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപം നൽകിയത് CR ദാസ്, മോത്തിലാൽ നെഹ്റുവുമാണ് 1923. ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും കസ്തൂർബയെയും പാർപ്പിച്ചിരുന്നത് എവിടെയാണ്? അഗാഖാൻ കൊട്ടാര ജയിലിലാണ് കേട്ടോ. പൂനെയിലെ അഗാഖാൻ കൊട്ടാര ജയിലിലാണ് ആരെ? ഗാന്ധിയെയും കസ്തൂർബയെയും പാർപ്പിച്ചിരുന്നത്. ജയിൽവാസത്തിനിടെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് 1944 ഫെബ്രുവരി 22. ജയിൽവാസത്തിനിടെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് 1944 ഫെബ്രുവരി 22. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപവൽക്കരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് ആണ് INA ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. റാഷ് ബിഹാരി ബോസ് ആണ്. ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്യുകയും ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. എന്നിട്ടോ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചു, അപ്പൊ തിരിച്ച് നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെയാണ്, ഗാന്ധിജിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. INAയുടെ വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. INAയുടെ വനിതാ വിഭാഗ നേതാവായിരുന്ന മലയാളി ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ 26-ാം വയസ്സിൽ തൂക്കിലേറ്റിയ മലയാളിയായ INA പോരാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. അടുത്ത ചോദ്യം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഏതാണ്? 1940 ലാഹോർ സമ്മേളനമാണ്. 1940 ലാഹോർ സമ്മേളനത്തിന് എന്താണ് പ്രത്യേകത? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ സമ്മേളനമാണ് 40 ലാഹോർ സമ്മേളനം. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് എന്നാണ്? ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയതെന്നാണ്? 31 മാർച്ച് 23. 1931 മാർച്ച് 23. 1934 മുംബൈയിൽ ചേർന്ന സമ്മേളനത്തിൽ ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്? ജയപ്രകാശ് നാരായൺ അല്ലെ? ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 മുംബൈയിൽ ചേർന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ? ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത് എവിടെയാണ്? സിംഗപ്പൂരിലാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത് സിംഗപ്പൂരിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യറാണ് കേട്ടോ. ശ്രദ്ധിക്കണം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ വാഞ്ചി അയ്യറാണ്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത് എന്നാണ്? 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC എന്നാണ് രൂപീകരിച്ചത്? 1920.
തേഭാഗ കർഷക സമരം നടന്നതെവിടെ? തേഭാഗ കർഷക സമരം എവിടെയാണ്? ബംഗാൾ. തേഭാഗ കർഷക സമരം നടന്നത് ബംഗാൾ. ഇന്ത്യയെ 2 രാജ്യങ്ങളായി വിഭജിച്ച് അധികാരം കൈമാറാനായി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യയെ 2 രാജ്യങ്ങളായി വിഭജിച്ച് അധികാരം കൈമാറാനായി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് 1947 ജൂലൈയിലാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയതെന്നാണ് 1947 ജൂലൈ. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാരാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30-നാണ്. എവിടെ? ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ചാണ് വെടിയേറ്റ് മരിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി BP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? BP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായി ലയന കരാർ തയ്യാറാക്കിയതിൽ ആരെല്ലാം ചേർന്നിട്ടാണ്? സർദാർ പട്ടേലും BP മേനോനും ചേർന്നിട്ടാണ് കേട്ടോ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി BP മേനോനാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായി ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? സർദാർ പട്ടേലും BP മേനോനും. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. വിസമ്മതിച്ചത് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ പ്രധാന ചലച്ചിത്രങ്ങളേവ? എന്തുമായി റിലേറ്റ് ചെയ്താണ്? ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളുമായി റിലേറ്റ് ചെയ്ത്. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ പ്രധാന ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണ്? മേഘേ ധാക്കധാര, ഗരം ഹവ, തമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. മേഘേ ധാക്കധാര, ഗരം ഹവ, തമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? BP മേനോനാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് BP മേനോൻ. ഇന്ത്യയിലെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്ന പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് 1954. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. ഇന്ത്യയിലെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്ന പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് 1954. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായ ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് 1961-ലാണ് ഗോവ, ദാമൻ ആൻഡ് ദിയു ഒക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. അടുത്ത ചോദ്യം കഴിഞ്ഞ സ്ലൈഡിലാണ്, ഇവിടെ ഉത്തരേ ഉള്ളൂ, ശ്രദ്ധിക്കണം കേട്ടോ. നോക്കി, ഏത് സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? ഏത് സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. നമുക്കിനി ഈ ആസൂത്രണ കമ്മീഷൻ എന്നുള്ള ഈ ഒരു ബോക്സ് പഠിച്ചിട്ട് പോവാം. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാൻ ആയിരുന്നു കേട്ടോ. നെഹ്റു ആയിരുന്നു ചെയർമാൻ. പിന്നെയോ ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാൻ ആയിരുന്നു. TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ആരൊക്കെയായിരുന്നു? നെഹ്റു, ഗുൽസാരിലാൽ നന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്.
ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്ന്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1951 അപ്പോൾ 50 മാർച്ച് 15 എന്ത് ചെയ്തു? നിലവിൽ വന്നു. 51 പഞ്ചവത്സര പദ്ധതികൾ 5 ഇയർ പ്ലാൻസിന് തുടക്കം കുറിച്ചത്. ഭരണഘടന തയ്യാറാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന തയ്യാറാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതെന്നാണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1950 ജനുവരി 26. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് 51-52 പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തി മരണമടഞ്ഞത് ആരാണ്? പോറ്റി ശ്രീരാമലു ആണ്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തി മരണമടഞ്ഞത് പോറ്റി ശ്രീരാമലു. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി 1953 രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിച്ചത് 1953 രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു? HN കുൻസ്രുവും KM പണിക്കരും. മലയാളിയായ KM പണിക്കരും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങൾ HN കുൻസ്രുവും മലയാളിയായ KM പണിക്കർ. ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയതെന്നാണ്? 1956 ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956. ഈ 1956 എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചത്? മിക്സഡ് സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കണോമിയാണ് അല്ലേ. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനെങ്കൽ പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനെങ്കൽ പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനെങ്കൽ പദ്ധതിയാണ്. ഇനി കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം എന്നാണ്? അത് 1952 ഒക്ടോബർ 2 കേട്ടോ. ആൻസർ അപ്പുറത്തെ ഇതിലുണ്ട്. 1952 ഒക്ടോബർ 2 52 ഒക്ടോബർ 2. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം എന്നിവ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം 1952. ഈ ബോക്സ് ഉണ്ട് 52 ഒക്ടോബർ 2. ഈ ബോക്സ് നോക്കിയേ. ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാജ്യങ്ങൾ. ഭിലായ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ, റഷ്യ. ഭിലായ് ബൊക്കാറോ ഏതാണ്? സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. അടുത്ത ചോദ്യം ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. 1954 64 ഇടയ്ക്ക് എത്ര IITകളാണ് സ്ഥാപിച്ചത്? 1954 64 ഇടയ്ക്ക് എത്ര IITകളാണ് സ്ഥാപിച്ചത്? 5 IIT ആണ് സ്ഥാപിച്ചത്.
ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചതെന്നാണ്? 1962 കേട്ടോ. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കപ്പെട്ടത് 1962. ഇനി ISRO സ്ഥാപിതമായതെന്നാണ്? അത് 1969. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായത് 1969. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാ? തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ് അല്ലെ? വർഷം 1975. 1975 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ DS കോതാരിയാണ് കേട്ടോ. DS കോതാരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്, ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോതാരി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 48 വർഷം ഓർത്തു വയ്ക്കുക. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ. UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ചത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? UGC രൂപീകരിച്ചത് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC. ഇനി സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ പറ്റി പഠിക്കാൻ 1952 നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കാൻ 52 ഏതാണ്? ഡോക്ടർ ലക്ഷ്മി സ്വാമി മുതലിയാർ കമ്മീഷനാണ്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ലക്ഷ്മണസ്വാമി 52. എന്തിനു വേണ്ടി? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ പറ്റി പഠിക്കാൻ. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ പറ്റി പഠിക്കാൻ 1952 കേട്ടോ. 52 നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ. ഇപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസമുണ്ട്, പിന്നെയോ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തതും ഏതാണ്? മുതലിയാർ കമ്മീഷനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃക നിർദ്ദേശിക്കാനായി 1964 നിയോഗിക്കപ്പെട്ടതാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ 64 കേട്ടോ. വർഷം 64. രാധാകൃഷ്ണൻ കമ്മീഷൻ ഏതായിരുന്നു? 48. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പാക്കാൻ നിർദ്ദേശിച്ചത് കോത്താരി കമ്മീഷനാണ്. അപ്പോൾ കോത്താരി കമ്മീഷൻ 1964, പിന്നെ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയ വർഷം 1986. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1986. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുമായി നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുമായി നടപ്പാക്കിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ഏത് രീതിയിലാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനം. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. അദ്ദേഹം ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ രചനയാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ രചനയാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി നിയമം പാസാക്കിയ വർഷം 2009. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസാക്കിയതെന്നാണ്? 2009.
വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ഇതാണ് ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക. വർഷം 1979. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിടുന്ന സ്ഥാപനം. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിടുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമി. കുറച്ച് ചോദ്യങ്ങൾ, 2-3 ചോദ്യമുള്ളൂ, നോക്കാം. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഏത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാരാണ്? ജവഹർലാൽ നെഹ്റു. 1954 ഇന്ത്യയും ചൈനയുമായി ഒപ്പിട്ട കരാറ് ഏതായിരുന്നു? പഞ്ചശീല തത്വങ്ങളാണ്. 1954 ഇന്ത്യയും ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ കേരള ചരിത്രം പഠിച്ച പോലെ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോക ചരിത്രവും ഇതുപോലെ തന്നെ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഹെൽപ്ഫുള്ളായി, ഒരു റിവിഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം ഏതൊക്കെ മേഖലകളാണ് കൂടുതലായും പഠിക്കേണ്ടത് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്